ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാകില്ല, മറ്റാർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന ഉറപ്പ് രാജ്യത്തിലെ പരമാധികാര കോടതിക്ക് മുന്നിൽ, പരമോന്നത കോടതിക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ, വോട്ടേഴ്സിന് മുന്നിൽ, പൗരന്മാർക്ക് മുന്നിൽ ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ പബ്ലിഷ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അങ്ങനെ നുഴഞ്ഞു കയറാൻ കഴിയാത്തൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യൂ, എന്നിട്ട് അതിലെന്താണ് ഈ പറയുന്ന ന്യൂനത, എന്താണ് അതിലെ ലൂപ്പ് ഹോൾ എന്ന് ഓപ്പൺ ചലഞ്ച് ചെയ്യൂ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജനാധിപത്യത്തിൽ എല്ലാവരും അറിയുന്നതിനേക്കാൾ വലിയ റിസ്ക് വളരെ കുറച്ചു പേർ മാത്രം അറിയുന്നതാണ് എന്നുള്ളത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അതിന് വഴിപ്പെട്ട് നിൽക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ വഴിപ്പെട്ട് നിൽക്കാൻ പാടുള്ളതാണോ? അത് കുറച്ചുകൂടി ചരിത്രത്തിലേക്ക് പോയിട്ട് ഞാൻ അതിലേക്ക് വരാം. ഈ 1977 ആദ്യമായിട്ട് EVM എന്നുള്ള ചിന്ത ഉടലെടുക്കുന്നത് ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ ആദ്യ പരിശോധന നടക്കുന്ന, ആദ്യം അത് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ വിദഗ്ധന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 79-ലാണ്. 1980 രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ ഈ സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതാണ്ട് 980 മുതൽ ഇപ്പോൾ 44 വർഷമായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യമായിട്ട് അത് ഉപയോഗിച്ചത് 82-ലാണ്, ഇന്ദിരാഗാന്ധിയുടെ സർക്കാരുള്ള സമയത്താണ് കേന്ദ്രത്തിൽ. അന്ന് വടക്കൻ പറവൂർ, ജോസഫ് സി മാത്യുവിനൊക്കെ ഓർമ്മയുണ്ടാവും, ഈ വടക്കൻ പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. AC ജോസും തെരഞ്ഞെടുപ്പിൽ AC ജോസും ശിവൻപിള്ളയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിലാണ് പകുതി ബൂത്തുകളിൽ ഈ വോട്ടിംഗ് യന്ത്രം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അപ്പോൾ കേസ് പോയി. കേസിന് ഉപോത്ബലകമായ കാര്യം, ഈ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വരുത്തി. പക്ഷേ ജനപ്രാതിനിധ്യ നിയമത്തിൽ അതിന് വേണ്ടുന്ന ഭേദഗതി വരുത്തിയില്ല എന്ന് കാരണം പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക ചെയ്തത്. എന്നിട്ട് ആ പകുതി മണ്ഡലങ്ങളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. ഞാൻ അതിലേക്ക് കിടക്കല്ല. ഞാനിത് പറയാൻ കാരണം 82 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഈ സാധനം രാജ്യത്ത് നിലവിലുണ്ട്. ഒരുപാട് പരിശോധനകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നേ വരെ ഇത് അബദ്ധജടിലമായിരുന്നു, ഇത് അപകടകരമായിരുന്നു എന്ന് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മുമ്പിലുള്ള ചിത്രം അതാണ്. ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്തും ഞങ്ങൾ ഭരണപക്ഷത്തിരുന്ന സമയത്തും ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആരെയും അതിനെ തള്ളി പറയാനോ അല്ലെങ്കിൽ അപകടത്തിലാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അങ്ങ് തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന, അതിന് സുതാര്യതയില്ല എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അതിന്മേൽ ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഒരു പൂർണ്ണമായ ഒരൊറ്റ നിമിഷം അത് പൂർത്തിയാക്കട്ടെ എന്ന് അങ്ങേക്ക് ചോദിക്കാൻ സമയം തരാം എന്ന് പറയുന്ന ഒരു സമയത്ത് BJPക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നൊരു ആവശ്യമല്ലേ സ്വാഭാവികമായി വേണ്ടത്? അതല്ലേ ധാർമ്മികത? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പരിചയം എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ആരും നോക്കേണ്ട എന്ന് പറയുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശ്രീ രാജു പി നായർക്ക് ചോദിക്കാനുള്ള ചോദിക്കാം, അതിനുശേഷം ശ്രീ ഹരിദാസിലേക്ക് വരാം. ഇല്ല മധു, ഞാൻ പറഞ്ഞു ചോദിച്ചാണ് ശ്രീ ഹരിദാസ് മറുപടി. രാജു ഞാൻ വരാം, അതിലേക്ക് വരാം. രാജു, ഞാൻ പറയുന്നത് ഞങ്ങൾ ഇത് പുനഃപരിശോധിക്കേണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ രാജ്യത്ത് 1982 മുതൽ 2013 വരെ അനവധി ഘട്ടങ്ങളിൽ ഇതിൻ്റെ പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും പരിഷ്കരണം ആയിക്കോട്ടെ. അത് ഗവൺമെൻറ്റിൻ്റെ ജോലിയോ രാഷ്ട്രീയ പാർട്ടിയുടെ പണിയോ അല്ല എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമർശിക്കാം, സാങ്കേതിക വിദഗ്ധർക്ക് വിമർശിക്കാം, അതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, വിമർശിച്ചോട്ടെ. പക്ഷേ അത് പരിശോധിക്കേണ്ടത്, അതുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇറ്റ്സ് എ ഭരണഘടനാ സ്ഥാപനമാണത്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്തത്. വേണേ മസ്ക് ഇങ്ങോട്ട് വന്നാൽ പഠിപ്പിച്ചു തരാം എന്നടക്കം പരിഹസിക്കുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാം ഒരു പിഴവുമില്ലാത്തതാണ് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. അല്ല മാധു, അതിനൊരു കാരണമുണ്ട്. ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചേ. ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണുന്നത് വരെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചൊരു വലിയ ആക്ഷേപമുണ്ട്. ഇവിടെ ഇലക്ഷൻ റിഗ് ചെയ്യാൻ പോവുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ തുടക്കമായിരുന്നു ഇവർ സുപ്രീം കോടതിയിൽ അവസാന നിമിഷം പോയത്. പിന്നീട് നാട് മുഴുവൻ പ്രചരണം നടത്തി.
ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ സുതാര്യതയെ പോലും അതിന്റെ ട്രാൻസ്പെറൻസിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരസ്യമായ പ്രചരണം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഘട്ടങ്ങളിൽ ഞങ്ങളെടുത്ത നിലപാട് എന്താ? ഞങ്ങൾ സുപ്രീം കോടതി പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ EVM ഉപയോഗിച്ച് അട്ടിമറി നടക്കുന്നു എന്ന് എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു മൊത്തത്തിലാണ് പറയുന്നത്, എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി അടക്കം മറ്റു തിരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി പല ആശയ സംവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി തന്നെയാണെന്ന് ഉറച്ച ബോധ്യത്തോടെയുള്ള പ്രതികരണം BJP മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇയോൺ മസ്കിന്റെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ വിവാദമായി കിടക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പ്രതികരിച്ചത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്, നിലവിൽ വിശ്വാസമുണ്ട് എന്ന് പറയണ്ടേ അദ്ദേഹം? പറയണമെന്നില്ല. നമുക്ക് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കളവ് നടക്കുന്നു പറയുമ്പോൾ ഇവിടെ കളവില്ല എന്ന് വിളിച്ച് പറയേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തേത് ശരി, അതവിടെ നിൽക്കട്ടെ. രാജു പിന്നാർ ചോദിച്ചു കൂടി മറുപടി. അല്ല ഒരു മിനിറ്റ്, കഴിഞ്ഞില്ല മധു. അഖിലേഷ് യാദവിന്റെ പ്രസ്താവന ഇന്ന് വന്നു. അഖിലേഷ് യാദവിന്റെ പ്രസ്താവന വന്നു. പോകണം, അല്ല പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ ഒരു വിവാദം രാജ്യത്ത് നിൽക്കുമ്പോൾ അതിനോട് BJP ഔദ്യോഗികമായിട്ടൊന്ന് പ്രതികരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? BJP ഭരണഘടനാ സ്ഥാപനത്തിനോടൊപ്പം നിൽക്കുന്നു, സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ പ്രശ്നങ്ങളില്ല. ഇന്ത്യയിലെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു എന്ന പ്രചരണം നടത്തുന്നവരാണ്. മാത്രമല്ല ഇവിടെ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, ഹാക്ക് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഹാക്ക് ചെയ്തു എന്നാരും പറഞ്ഞിട്ടില്ല. ഹാക്ക് ചെയ്യാൻ കഴിയും എന്നൊരു പ്രസ്താവന വന്നാൽ ഇല്ല എന്ന് പറയേണ്ടതുണ്ടോ? അതാണ് നേരത്തെ ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് തലയിൽ തപ്പി നോക്കുന്നത് എന്ന് രാജു പിന്നാർ ചോദിച്ചത്. മധു, അതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാക്ക് ചെയ്തിട്ടേ കാണിച്ചിട്ടില്ലല്ലോ. ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ജോസഫ് സി മാത്യു ഉൾപ്പെടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചു. പക്ഷെ നമ്മുടെ മുമ്പിൽ EVM ഹാക്ക് ചെയ്ത ഒരു ഇൻസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല. ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൂവ്ഡ്. അല്ല, അതങ്ങനെ സംഭവിക്കാം. അല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് ഉറപ്പെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ ചിലപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, BJPക്ക് എന്തുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ വിശ്വാസം വരുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രഷർ ഗ്രൂപ്പുകളെ മുഴുവൻ വിശ്വാസം വരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളായ രാജ്യങ്ങളെ വിശ്വാസം വരുന്നത് എന്തുകൊണ്ടാണ്? EVM ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ? അല്ലെന്ന് ഇതുവരെ നമുക്ക് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവര് അത് തെളിയിക്കട്ടെ. അതല്ല അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് തോറ്റ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, BJP തോറ്റ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. ഓക്കെ, ശരി.